പീരുമേട് മണ്ഡലത്തിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഏലപ്പാറ സിറ്റിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏലപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പരിസരത്തുള്ള വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ. ഇത്തവണ ഇടുക്കി മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഇടുക്കി മണ്ഡലത്തിൽ ജോയ്സ് ജോർജ് ജയിക്കാനുള്ള ആഗ്രഹം. പക്ഷേ ഇപ്പം ജയിക്കാൻ പാടാണ്. ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കുമെന്നാണ് വിശ്വാസം. ഓക്കെ. ചേട്ടൻ്റെ വോട്ട്? എൻ്റെ വോട്ട് ജോയ്സ് ജോർജ്. നമുക്ക് ഈ പ്രാവശ്യം ആര് ജയിക്കണമെന്ന് ആഗ്രഹം ഇടുക്കിയിൽ? എന്റെ ആഗ്രഹം ഡീൻ കുര്യാക്കോസ് ജയിക്കണമെന്നാ. അങ്ങനെ എത്ര ഉറച്ച ശബ്ദത്തിൽ പറയാൻ കാരണം? അല്ല, ഞങ്ങള് പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ഞങ്ങള് കോൺഗ്രസ്സുകാരാ ഞങ്ങളുടെ ചാച്ചൻ. അതുകൊണ്ട് ആ പാരമ്പര്യത്തില് ഞങ്ങള് മക്കള് 10 മക്കളുണ്ടെങ്കിലും ആ പാരമ്പര്യത്തിൽ തന്നെ ഇന്നങ്ങ് പോവുക. ആ ഒരു പാരമ്പര്യം വെച്ച് ഞാൻ പറയുക ഡീൻ കുര്യാക്കോസ് ജയിക്കണമെന്ന്. ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. ബസ് ഏതാനും സമയത്തിനുള്ളിൽ പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ബസ്സിനുള്ളിലുള്ള യാത്രക്കാരോട് നമുക്കൊന്ന് ചോദിക്കാം. അമ്മജി, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും ഇല്ല. പിന്നെ ജയിച്ചിട്ടെന്താ കാര്യം? അവരുടെ കുടുംബം രക്ഷപ്പെടും, അല്ലാതെ ഞങ്ങൾക്കൊരു ഫലവും ഇല്ല. അമ്മജിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല അല്ലേ? താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ലെന്നല്ല, ആര് വന്നാലും നമുക്ക് ഒരു പ്രത്യേക ഗുണമൊന്നും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് ജയിച്ചിട്ടുണ്ടെങ്കിലും അവരവരുടെ കാര്യങ്ങൾ നടക്കുന്നതല്ല, നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതാണ് സത്യം. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം? ആർക്ക് ചെയ്താലും കയറി പെൻഷൻ പോലും ഇല്ല. 5-6 മാസമായിട്ട് ഒരു മാസം പെൻഷൻ തന്നിട്ടുണ്ട്. എന്നാ ചെയ്യണം? എങ്ങനെ എന്താ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കി. ആർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കൺഫ്യൂഷനാ. ആർക്കാ വേണ്ടതെന്നാ ഓർക്ക് ചെയ്യേണ്ടതെന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. സത്യം നമ്മളോട് ഇങ്ങനെയല്ലേ കാണിക്കുന്നേ? വയസ്സായ കാലത്ത് ഉള്ള പെൻഷനും ഇല്ല, ഒന്നുമില്ല. എല്ലാം വോട്ട് ചെയ്യണം. ഒരു കണക്ക് നോക്കുന്നത് കൺഫ്യൂഷൻ നിൽക്കുക. വേണോ വേണ്ടെന്നാ ഓർക്കുന്നത്. തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അങ്ങനൊന്നും ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ. റോഡൊക്കെ കണ്ടില്ലേ? ഞങ്ങളുടെ പശുപ്പാറയുടെ റോഡൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് അത് തന്നെ. അതുകൊണ്ട് ആരും ജയിച്ചാലും ജയിച്ചില്ലേലും ഞങ്ങൾക്കൊന്നും അവിടെ ഒന്ന് പറഞ്ഞു. ഞങ്ങളുടെ പശുപ്പാറ റോഡിന്റെ പശുപ്പാറ റോഡൊന്ന് കാണാം. ദേശത്തിലാണോ ഭരണകർത്താക്കളോട് വോട്ട് ചെയ്യില്ലേ തവണ? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഇന്ത്യ സഖ്യം ജയിക്കണം. ഇന്ത്യ സഖ്യം. അങ്ങനെ പറയാനുള്ള കാരണം? മണ്ഡലം യു ഡി എഫിന്റെ ഭാഗത്താണ് കിടക്കുന്നത്. അങ്ങനെ അത് കാരണം ഇവിടെ മറ്റുള്ളത് ഭരണം കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചതായിട്ട് കാണുന്നില്ല. അതാണ് വിഷയം. പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി കുടുംബം പോയതോടെ ഇന്ത്യ തീർന്നു. എല്ലാവരെയും ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന ഈ ഭരണവും നമ്മൾ തീർത്തു. വരുന്നവരൊക്കെ കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്നു. അപ്പനും മക്കളുടെ സകലരും കുടുംബസഹിതം അവർ സമ്പാദിക്കുന്നു. ഞങ്ങൾ തെണ്ടുന്നു. ആശുപത്രിയിൽ മരുന്നില്ല. എന്തെങ്കിലും എനിക്ക് നാവ് വരുന്നില്ല. എന്തെങ്കിലും പറയാൻ പോയാൽ വീട് പോയി ചേരാൻ പറ്റത്തില്ല. ഉണ്ടായ സമയത്ത് കൊല്ലും. പോലീസെല്ലാം അവരുടെ കൈവശം. മനസ്സിലായോ? എല്ലാവരെയും ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാരെ ഇവര് 2500 പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 1600 കൊടുക്കാൻ പോലും അവർക്ക് പോക്കില്ല. ഞങ്ങളെ കൊന്ന് പിടിഞ്ഞെടുക്കുന്നു. ഇലക്ഷൻ വരുമ്പോൾ 1000 വാഗ്ദാനം പറയും. ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ജീവിക്കണ്ടേ? ഓരോന്നാ ചത്തുകൊണ്ടിരിക്കുക. പെൻഷനെ വിശ്വസിച്ച് ജീവിച്ചവര്. എൻ്റെ മോക്ക് 26,000 രൂപ ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കണം. പെൻഷൻ ആനുകൂല്യം. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ വണ്ടി ആക്സിഡൻ്റായി ഞാൻ ആശുപത്രിയിൽ നിന്ന് നടന്ന് അവിടെ വീട്ടിൽ ഇങ്ങനെ പിടിച്ചാൽ പോയെ. ഉടനെ ഒരു പെൺകൊച്ച വിളിച്ച് പറഞ്ഞ മോളെ എല്ലാം ശരിയായോ? എല്ലാം ഓക്കെയാ. 26,000 രൂപ ഈ ബാങ്കിൽ പോയി എടുക്കാൻ പറഞ്ഞു. ഇന്നുവരെ കാശ് തന്നിട്ടില്ല. ഇതൊക്കെ ഒരു അടവാണ്. അവരവരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കൊല്ലുക. ഞങ്ങളെ പോലെ ഉള്ളവരെ വോട്ട് ചെയ്യുന്നില്ലേ? വോട്ട് ചെയ്യും, അത് വേറെ കാര്യം. വോട്ട് ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാം അവകാശമല്ലേ. പക്ഷേ ജനങ്ങളെ കൊല്ലരുത്.